എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം 4 മണി വരെ ആയിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് VHSCയുടെ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് VHSCയുടെ സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ജൂൺ 19-ാം തീയതിയോടെ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം, എങ്ങനെ റിസൾട്ട് പരിശോധിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള മുഖ്യഘട്ടത്തിലെ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും ആ ഒരു സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് മാറാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറാം. അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മറ്റൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളിലേക്ക് മാറാം. ഈ ഒരു രീതിയിൽ അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ മാറുന്നതിനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ VHSCയിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നിലവിൽ ഈ ഒരു +1ൻ്റെ ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. അതായത് VHSCയുടെ +1ൻ്റെ ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. ആദ്യം തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ വാക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വാക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വാക്കൻസി ലിസ്റ്റിൽ നിങ്ങൾക്ക് ഓരോ ആ ഒരു സ്കൂളുകളിലും ഓരോ കോഴ്സുകളും എത്ര വീതം വാക്കൻസീസ് ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള ലിസ്റ്റ്, അതായത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും VHSCയുടെ സ്കൂളുകളിൽ എത്ര വാക്കൻസി, ഏതൊക്കെ കോഴ്സുകൾക്ക് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ജില്ല സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ജില്ലയിലെ വാക്കൻസി കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ വാക്കൻസി 0 ആണെങ്കിലും, അത് വാക്കൻസി ഇപ്പോൾ 0 കൊടുത്തിട്ടുള്ളതെങ്കിലും നിങ്ങൾക്ക് അവിടെ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാം. കാരണം ഈ ഒരു 0 വാക്കൻസി ഉള്ള സ്കൂളിൽ നിന്നും ചിലപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് മറ്റൊരു കുട്ടി മാറുകയാണെങ്കിൽ അവിടെ ഒരു വാക്കൻസി വരും. ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് 1, 2, 3 ഈ ഒരു രീതിയിൽ വാക്കൻസി അവിടെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു വാക്കൻസിയിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് വാക്കൻസി ഇല്ലെങ്കിൽ കൂടി ഓപ്ഷനുകൾ നൽകാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ കാണാൻ പറ്റും അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിലവിൽ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കാണ് കാണാൻ പറ്റുള്ളൂ. ആ ഒരു ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ വരുന്ന സമയത്ത് മാത്രമാണ് ട്രാൻസ്ഫറിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ലിങ്ക് വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ, അത് സാധാരണ ഈ ഒരു പേജിൽ കാണുന്നത് പോലെ തന്നെയാണ് കാണാൻ പറ്റുക. അതായത് നിങ്ങളുടെ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും ജില്ലയല്ല ആ ഒരു കുറച്ച് സെക്യൂരിറ്റി കീം കൊടുക്കാനുള്ള ആ ഒരു ഭാഗം കാണാൻ പറ്റും. അതായത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ, അതായത് നിങ്ങൾ ഈ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അപേക്ഷയിൽ ഏത് മൊബൈൽ നമ്പറാണോ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നത് ആ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. ഇംഗ്ലീഷ് അക്ഷരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്ത് കാണാം. ഇതാണ് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷ് അക്ഷരം കറക്റ്റായിട്ട് ക്ലിയർ അല്ലെങ്കിൽ റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പ്ലെയർ റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേഞ്ച് ചെയ്യാവുന്നതും കറക്റ്റായിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ മനസ്സിലാവുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് സെൻഡ് OTP എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന OTP നമ്പർ, നിങ്ങൾ ഏത് ആ ഒരു മൊബൈൽ നമ്പറിലാണോ നിങ്ങൾ ഈ ഒരു VHSCയുടെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അത് ഏത് മൊബൈൽ നമ്പറാണോ ഈ ഒരു VHSCയുടെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നൽകിയത്, അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ലിങ്ക് കൂടി കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും, നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൻ്റെ കോഡും കോഴ്സും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പുതുതായിട്ട് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ്, അതായത് ഏതൊക്കെ
സ്കൂളുകളിലേക്കാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കേണ്ടത്, അതുപോലെ ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കേണ്ടത്, അതനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകൾ ഏതൊക്കെ കോഴ്സുകൾക്ക് നൽകണം അത് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യുക. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലേക്ക് മാത്രമല്ല, വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂളുകളിലേക്ക് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷനുകൾ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിലേക്കും താല്പര്യമുള്ള കോഴ്സുകളിലേക്കും മാത്രം ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ കൊടുക്കുക. കാരണം ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിയ ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ കോഴ്സിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ നിങ്ങൾ നൽകിയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യം ഓപ്ഷൻ ഏത് സ്കൂളിലേക്കാണ് വേണ്ടത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്കൂളിൻ്റെ പേര് വരുന്നതാണ്, അതുപോലെ കോഴ്സ് ഇവിടെ ലോഡായിട്ട് വരും. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു കോഴ്സ് ഏതിലേക്കാണോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിങ്ങനെ ആഡ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷനുകൾ ആ സ്കൂളും കോഴ്സും താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ലിസ്റ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു സ്കൂളും അതുപോലെ തന്നെ കോഴ്സും കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് വേണ്ട സ്കൂളും കോഴ്സുകളും തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് 2 പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്യുക. കാരണം മാറിപ്പോയിട്ട് ഫൈനൽ കൺഫർമേഷൻ ചെയ്താൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ഓപ്ഷൻ ലിസ്റ്റഡ് ആയിട്ട് താഴെ വരുന്നതാണ്. അത് കൃത്യമായിട്ട് നോക്കിയിട്ട് അതിൽ എല്ലാ സ്കൂളുകളും കോഴ്സുകളും വേണ്ടത് തന്നെയാണ് കൊടുത്തതെന്ന് ഉറപ്പാക്കുക. ഏതെങ്കിലും വേണ്ടാത്തതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് നേരെയുള്ള ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന് നേരെയുള്ള എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാം. ഓരോ ഓപ്ഷൻ്റെ നേരെയും ഈ രീതിയിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും, ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണ്ടെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതുപോലെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ഏതെങ്കിലും ഓപ്ഷൻ വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഡിക്ലറേഷൻ ബട്ടൺ ആണ്. ഡിക്ലറേഷനിൽ പറയുന്നത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങൾ മാറും എന്നുള്ള കാര്യമാണ്. ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങൾ നിർബന്ധമായിട്ട് മാറേണ്ടതായിട്ട് വരും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ അത് PDF ആണ് കിട്ടുക. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ്റെ പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുക്കുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പിടാനുള്ള ഭാഗമുണ്ടാകും, അത് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാനുള്ള ഭാഗമുണ്ടാകും, അതുപോലെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സിഗ്നേച്ചർ കൂടി ഇടാനുള്ള ഭാഗമുണ്ടാകും. അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ സിഗ്നേച്ചറും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സിഗ്നേച്ചറും ഇടുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് സ്കൂളിലാണോ VHSCയുടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തത് +1 VHSCയുടെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡ് അലോട്ട്മെൻറ്റോ ഏതെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള VHSC സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന്, അത് നിങ്ങളുടെ സ്കൂളിലെ ആ ഒരു പ്രിൻസിപ്പാളിന് നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ആ ഒരു സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്കൂളിൽ നിന്നും പ്രിൻസിപ്പാൾ അപ്രൂവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ അപ്രൂവ് ചെയ്ത ശേഷം അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും സിഗ്നേച്ചർ ഇട്ട ശേഷം, അത് നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഒപ്പം ഇട്ട ശേഷം നിങ്ങൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ ഏത് സ്കൂളിലാണോ നിലവിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് ആ ഒരു പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കണം. അതിനുശേഷം ആ ഒരു പ്രിൻ്റ് ഔട്ട് പ്രിൻസിപ്പാൾ നോക്കിയിട്ട് അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നും കൃത്യമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് അത് കൺഫേം ചെയ്യും. അപ്പോൾ അങ്ങനെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുന്നതോടുകൂടി മാത്രമാണ് ട്രാൻസ്ഫറിനായിട്ട് നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കുക. നിങ്ങൾ അപേക്ഷ അതായത് ഈ ഒരു ഓൺലൈനായിട്ട് കൊടുത്തു, എന്നാൽ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് കൺഫേം അത് പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു VHSCയുടെ ആപ്ലിക്കേഷൻ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ അതിൻ്റെ പ്രിൻ്റ് എടുത്ത ശേഷം അതിൽ നിങ്ങളും നിങ്ങളുടെ പാരൻറ്റും സിഗ്നേച്ചർ ഇട്ട ശേഷം നിങ്ങൾ അത് സ്കൂളിൽ കൃത്യമായിട്ട് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് ആ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കൊടുക്കുകയും അതിനുശേഷം സ്കൂളിൽ നിന്നും പ്രിൻസിപ്പാൾ നിങ്ങളുടെ അപേക്ഷ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുകയും ചെയ്യണം. അങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ട്രാൻസ്ഫറിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ പരിഗണിക്കാനായിട്ട് സ്കൂളിൽ കൊടുക്കണം. അങ്ങനെ സ്കൂളിൽ ആ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഏകദേശം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിന് ശേഷം ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അതായത് ഈ ഒരു ഹോം പേജിൽ നിങ്ങൾക്ക് അതായത് ജസ്റ്റ് ആ ഒരു പേജ് കാണിച്ചു തരാം. അത് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആ ഒരു ലിങ്ക് കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ ഇതുപോലെ തന്നെയാണ് വരിക. ഞാനിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ലിങ്കിലാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു പേജ് തന്നെയാണ് വരിക. അപ്പോൾ അവിടെ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ
അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ആ ഒരു സ്ക്രീനിൽ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് സെക്ഷൻ കാണാം, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് പിന്നീട് പോകുന്ന പേജിൽ നിങ്ങൾക്ക് കാണാം കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അങ്ങനെയെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതേസമയം സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്നാണെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫറിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഇപ്പോൾ നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്ന് തന്നെ ആ ഒരു സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അടച്ചാൽ മതിയാകും. അതേസമയം നിങ്ങൾ ആ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കാണ്, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ്, അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കാണ് നിങ്ങൾ ട്രാൻസ്ഫർ വെച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻസും ഫീസും കാര്യങ്ങളൊക്കെ തിരിച്ചു തരും. അപ്പോൾ അതും എടുത്തുകൊണ്ട് നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച, അതായത് ട്രാൻസ്ഫർ കിട്ടിയ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിന് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ സ്കൂളുകളിലേക്കും മാത്രമേ ഓപ്ഷൻസ് കൊടുക്കാവൂ. താല്പര്യമില്ലാത്ത സ്കൂളിലേക്കോ കോഴ്സിലേക്കോ യാതൊരു കാരണവശാലും ഓപ്ഷൻസ് കൊടുക്കാൻ പാടുള്ളതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.